വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നക്ഷത്ര കൂടാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതുതായിട്ട് ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് ഒരു പൈനാപ്പിൾ ജാം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ളത് കാണിക്കാനാണ്. എൻ്റെ അമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു തരും എന്തെല്ലാം വേണമെന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ അമ്മ പറഞ്ഞു തരും. അതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. 4 പൈനാപ്പിളാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടിയത് ഈ രീതിയിലുള്ളതാണ്. ഇച്ചിരി കൊണ്ട് പഴുത്തതാണെങ്കിൽ നല്ലതായിരിക്കും. അമ്മ ഇതിനാവശ്യമുള്ള സാധനങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. 4 പൈനാപ്പിള്, 2 കിലോ പഞ്ചസാര, 1.5 കിലോ പഴം. എന്ത് പഴം? പാളയന്തരം പഴം. പിന്നെ വേറെ 6-7 ഗ്രാമ്പു. ഇത്രയും മതി. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? പൈനാപ്പിള് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പം ഇവിടെ പൈനാപ്പിൾ ചെത്തുന്നുണ്ട്. അപ്പം ചെത്തി കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് കാണിക്കാനാണ്. അതുമല്ല അമ്മ, ഇതിൽ നമ്മൾ ഗ്യാസ് അടുപ്പിലല്ലേ വെക്കുന്നത്? അല്ല, വിറകടുപ്പിലാണ് വെക്കാറുള്ളല്ലേ? അപ്പം അതിലാകുമ്പോൾ കുറച്ച് തീ വേണം അല്ലേ? ഗ്യാസ് അടുപ്പിലും വെക്കാം. അപ്പോൾ ഗ്യാസ് ഒരുപാടാവൂല്ലേ? ഒത്തിരി ആവും. ചെറിയ ചെറിയ സ്ലൈസസ് ആക്കി കട്ട് ചെയ്യുന്നതാണ്. സ്ലൈസസ് ആക്കിയാണ് ചെറിയ ചെറിയ സ്ലൈസസ് ആക്കി എടുക്കും. അതിന് മുകളിലത്തെ എന്തായാലും പൂഞ്ചല്ലേ, പൂഞ്ച് ചെത്തിക്കളയുന്നു. അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ മിക്സിയിൽ അടിച്ചെടുക്കുക. നല്ലപോലെ അടിച്ചെടുക്കണം. ഇതാകുമ്പോൾ ജാറിലോട്ട് എടുക്കുന്നുണ്ട്. ഉണ്ടാക്കാൻ പോകുന്ന പാത്രമാണ് അതിനകത്ത് ഒഴിക്കുക. ഇതിനകത്താണ്, ഈ ഉരുളിക്കകത്താണ് ഉണ്ടാക്കുന്നത് നമ്മൾ. അപ്പം ഇതിനകത്തോട്ട് നമ്മൾ അരച്ചത് ഈ പേസ്റ്റ് രൂപത്തിലോട്ട് അടിച്ചെടുത്ത് നമ്മൾ ഇതിലോട്ട് ഒഴിക്കണം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി അങ്ങനെ അടിച്ചെടുക്കണം. ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് വശമാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല മഴയുള്ള സമയമാണിത്. ഉച്ച സമയത്ത് ഏകദേശം ഒരു 2 മണി ആയതേ ഉള്ളൂ. 2 മണി ആയപ്പം മഴ പെയ്യുന്നതിൻ്റെ കാഴ്ചയാണ്. നല്ല രസമാണ് ഇവിടെ നമുക്കിങ്ങനെ നോക്കുമ്പോൾ. അങ്ങേ മൂലക്കായിട്ടൊരു കുളമൊക്കെ ഉണ്ട്, രാമക്കുളമൊക്കെയാണ്. അതൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ കാണിക്കാം. അപ്പം നമ്മളെല്ലാം ഏകദേശമുള്ള പൈനാപ്പിളെല്ലാം അടിച്ചെടുത്തു. ഇനി അടുത്ത് എന്താണ് നമ്മൾ അടിക്കാനുള്ളത്? പഴം അടിച്ചെടുക്കണം. അപ്പോൾ ഇനി പഴം അടിച്ചെടുക്കാം. അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർക്കുമോ ഏമാ? അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർക്കുമോ? അപ്പോൾ പഴം അടിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കും. അപ്പോൾ ഇനി അടുത്തത് പഴം അടിക്കുന്നത്. ഇതേ 1.5 കിലോ പഴവും അടിച്ചെടുക്കുകയാണ്. ഈ പഴം അടിച്ചെടുക്കാനുള്ളതല്ല, ഇതേത് റോസ്റ്റ് പഴം അടിച്ചെടുക്കുന്നതിനുള്ളതല്ല, പാളയന്തളമാണ് ഇതിൽ ചേർക്കുന്നത്. വേറെ കെമിക്കലൊന്നും ചേർക്കത്തില്ല. ഇതിൽ നമ്മൾ എക്സ്ട്രാ ഫ്ലേവറോ കളറോ അങ്ങനെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ? ഒന്നും ചേർക്കുന്നില്ല. നാടൻ സ്റ്റൈലിലാണ് ജാം ഉണ്ടാക്കുന്നത്. വേറെ എക്സ്ട്രാ ഫുഡ് കളറോ അങ്ങനെയൊന്നും ആഡ് ചെയ്യുന്നില്ല? ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഈ ഗ്രാമ്പു എപ്പോൾ ഇടും? ഇതിൻ്റെ കൂടെ തന്നെ അങ്ങിട്ട് എല്ലാം കൂടെ ഇട്ട് കുറുക്കി എടുത്താൽ മതി. കാച്ചിയെടുക്കും. കാച്ചിയുണ്ട്. നമ്മളിപ്പം ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 4 പൈനാപ്പിളിനെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ 1.5 കിലോ പാളയംതുടൻ പഴമാണ് നമ്മൾ ചേർക്കുന്നത്. അതും അരച്ചു. ഇനി ചേർക്കാനുള്ളതെന്ന് പറയുന്നത് നമ്മുടെ പഞ്ചസാരയാണ്. അത് 2 കിലോയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കൈതച്ചക്കയുടെ എണ്ണം കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മധുരം ചേർക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ മധുരം കുറച്ച് മതി എന്നുള്ളവർക്കാണെങ്കിൽ, അധികം മധുരം വേണ്ടാന്നുള്ളവർക്കാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇപ്പം ഞങ്ങൾക്ക് ഇച്ചിരി മധുരം കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ 2 കിലോ പഞ്ചസാര ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു
ഞാൻ ആദ്യം പറഞ്ഞ് 4 എന്നാണ് പറഞ്ഞത്. 4 പോരാ, ഒരു 6, 7, ഒരു മിനിമം ഒരു 8 ഗ്രാമ്പൂ എങ്കിലും ഇതിൻ്റെ കൂടെ ചേർക്കണം. അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ. അത് കഴിഞ്ഞ് നമ്മൾ ഇത് നല്ല രീതിയിൽ തിള വന്നിട്ടുണ്ട്. അമ്മ ഉണ്ടാക്കുന്നുണ്ട്. അമ്മ ഇങ്ങോട്ട് നോക്കമ്മ. തെറിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സമയത്ത് സൂക്ഷിക്കുക, അടുത്ത് നിൽക്കാതിരിക്കുക. തീ കുറച്ച് കൊടുത്താൽ മതിയോ? ഇതിപ്പം തിള വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം അമ്മ? വിറക് കുറച്ച് കുറയ്ക്കുക. തീ കുറയ്ക്കണം അല്ലേ? തീ ചെറുതായിട്ട് കുറച്ച് കൊടുക്കുക. പിറകിലോട്ട് അമ്മ വലിക്കുന്നുണ്ട് തീ ഇപ്പോൾ. കാരണം തെറിക്കാനുള്ള ചാൻസ് ഈ സമയത്ത് കൂടുതലാണ്. അതുകൊണ്ട് സൂക്ഷിക്കാൻ. തിളച്ച് പൊങ്ങുമോ? തിളച്ച് പൊങ്ങുമെന്നാണ് പറയുന്നത് അമ്മ. ഇളക്കണം, എങ്കിലും തിളക്കുകയാണെങ്കിൽ ഇളക്കേണ്ടി വരും. കളർ ഇപ്പോൾ ഏകദേശം മാറി വന്നിട്ടുണ്ട്. ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. നമ്മൾ ഈ പരുവത്തിലായി. നമ്മളപ്പോഴത്തേക്കും നല്ല രീതിയിൽ തെറിക്കുന്നുണ്ട്. അടുപ്പിലും കൂടെ ആയതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ. വെട്ടം കാണാൻ നമുക്ക് ഇവിടെ വെട്ടം ഇച്ചിരി കുറവാണ്. നമ്മൾ ഇന്നിപ്പം എടുക്കില്ല. ഇന്നിപ്പോൾ വേറെ പാത്രത്തിലോട്ട് മാറ്റില്ല. ഈ തന്നെ ചെറു തീയിൽ ഇതിൻ്റെ ഈ ഒരു കനലിൽ ഇങ്ങനെ കിടക്കും. കിടന്നു കഴിഞ്ഞിട്ട് നാളെ നമ്മളിത് എടുക്കത്തുള്ളൂ. നാളെയല്ലേ കുപ്പിയിൽ മാറ്റുള്ളൂ. നാളെ രാവിലെ എടുത്ത് കുപ്പിയിലോട്ട് മാറ്റും. അപ്പോൾ ഏകദേശം ഒരു പരുവമായി. ആ കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടുകയും ചെയ്യും. അമ്മ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നമ്മളിപ്പം തണുത്ത ജാമിന് നമ്മളിപ്പോൾ കുപ്പിയിലോട്ട് കോരുകയാണ്. നമ്മൾ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കി അതേ അടുപ്പിൽ തന്നെ അവിടെ വെച്ചിരുന്നു. അതിൽ ഇരുന്നുകൊണ്ട് തന്നെ തണുത്തു. നമുക്ക് ഏകദേശം 2 കിലോയോളം ജാമ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ടാറ്റാ.